മൈൻഡും ബോഡിയും സോളും റിലീജിയനുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്? മുസ്ലിം സോള്, ഹിന്ദു സോള്, ക്രിസ്ത്യൻ സോള് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? പിന്നെ എങ്ങനെയാണ് അത് കണക്ട് ചെയ്യുക? മതത്തോടെ എങ്ങനെ കണക്ട് ചെയ്യുന്നത്? കൈ കാണിച്ച് വണ്ടിയിൽ കയറി ബ്രിഡ്ജ് കഴിഞ്ഞ് ഇപ്പുറത്ത് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇറങ്ങേണ്ട സ്ഥലം എത്തിയപ്പോൾ ഇറങ്ങിക്കോളി കേട്ടാന്ന് പറഞ്ഞ് തിരിച്ചു നോക്കി കഴിഞ്ഞപ്പോൾ അതിനകത്ത് ആളില്ല. ഹസ്ബൻഡിൻ്റെയോ വൈഫിൻ്റെയോ വിയോഗം സംഭവിച്ചു വന്നിരിക്കട്ടെ. ഇപ്പോൾ വൈഫിൻ്റെ ആണെങ്കിലും ഹസ്ബൻഡിൻ്റെ ആണെങ്കിലും ബാക്കി നിൽക്കുന്ന ബോഡിയെ കൊണ്ട് പ്രവർത്തിപ്പിക്കാനും അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ആ സോള് കണക്ട് ചെയ്യും. ഇത് വളരെ ഒരു അത്ഭുതം തോന്നുന്ന ഒരു പ്രതിഭാസം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിന് ശേഷം അവർക്കുണ്ടായ വലിയൊരു ട്രോമ ഈ സോളാണ് സോൾവ് ചെയ്യുന്നത്. അതിൻ്റെ ആവശ്യകത ഈ സോളിനുണ്ട്. നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഇദ്ദേഹത്തോട് ഇത് പറയൂ. ക്ലാസ് എടുക്കുമ്പോഴും ഇവരിൽ ഇത് വർക്ക് ചെയ്യുന്നത് നമുക്ക് വൈബ്രേഷനായിട്ട് അനുഭവപ്പെടാൻ പറ്റും. അതൊരു അമേസിങ് എക്സ്പീരിയൻസ് ആണെന്ന് വേണം പറയാനായിട്ട്. ബോഡി, മൈൻഡ്, സോൾ. അപ്പോൾ ഈ മൈൻഡിലേക്ക് കണക്ട് ചെയ്യാൻ തുടങ്ങുന്നത് ഈ പറയുന്ന പ്രായത്തിലായിരിക്കും. 21 വയസ്സ് കഴിഞ്ഞ ശേഷമാണ് പെയിൻ ഇവിടെയാണ് സംഭവിക്കുന്നതെന്ന് നമ്മളുടെ ധാരണയാണത്. ബോഡി, മൈൻഡ്, സോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ ഏറ്റവും കൂടുതലും ആലോചിക്കുന്നതും സമയം ചെലവഴിക്കുന്നതും അവന് ആവശ്യകതയുള്ളതും ഇത് തന്നെയാണ്. എങ്ങനെയാണ് നമ്മുടെ ബോഡി, നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സിനെ, അത് മനസ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ചിന്ത മാത്രമാണ്, തലച്ചോറിലാണ് ഇരിക്കുന്നത്, ഹൃദയത്തിലാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പം ഇതുമായി എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്? ഇതെങ്ങനെയാണ് നമ്മുടെ ആത്മാവിനെ കണക്ട് ചെയ്യുന്നത്, സോളിനെ കണക്ട് ചെയ്യുന്നത്? ചിലരുടെയും സോളിൻ്റെ പർപ്പസാണ് എന്നൊക്കെ പറയും. ഇതെല്ലാം എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്? യെസ്, അതായത് നമ്മളെ തന്നെയായി നോക്കുന്നത് ബോഡി, മൈൻഡ്, സോള് എന്ന് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ ജനിക്കപ്പെടുന്നതിനെ കുറിച്ച് പറയാം. അതായത് നമുക്കൊരു ശരീരം വേണമല്ലോ, നമ്മുടെ സോൾ ഇങ്ങനെ നിൽക്കുകയാണ്. നമുക്ക് ആ സമയത്ത്, സോളായിരിക്കുന്ന സമയത്ത് നമുക്കെല്ലാം അറിയാം. അമ്മയുടെ ഉദരത്തിലേക്ക് വന്നു, നമ്മൾ തിരഞ്ഞെടുക്കുകയാണ്. അച്ഛനെ അമ്മയെ നമ്മൾ തിരഞ്ഞെടുക്കുകയാണല്ലോ. കാരണം കർമ്മ ബാക്കി ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അച്ഛനെ അമ്മേനെ തിരഞ്ഞെടുക്കണം. തിരഞ്ഞെടുത്ത് നമുക്കൊരു ശരീരം ലഭിച്ചു. ശരീരം ലഭിച്ചു വരുമ്പം നമുക്ക് ആ സംസാരം ആകുന്ന നട്ടപ്രാന്ത് എന്ന് പറയും. 4-ാം വയസ്സിൻ്റെ നട്ടപ്രാന്ത് കുഞ്ഞുങ്ങൾക്ക് എന്ന് പറയും. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ആ ഒരു സമയം വരെയും നമ്മൾക്ക് ഈ പറയുന്ന ചുറ്റുപാടുകളായിട്ടുള്ള കണക്ഷൻസ് കുറവായിരിക്കും. നമ്മൾ ജീവിക്കുന്നുണ്ട്, അമ്മയുടെ പാല് കുടിക്കുന്നുണ്ട്, അച്ഛനെ കാണുന്നുണ്ട്, അച്ഛനെന്നറിയാം, അമ്മയെന്നറിയാം, എല്ലാം നമുക്കറിയാം. കാരണം എന്താ വെച്ചാൽ നമ്മുടെ സോളിന് അവിടെ കണക്ഷൻ ഉണ്ട്, ഇവിടെ അച്ഛനമ്മയായിട്ട്. അതുകൊണ്ട് നമ്മുടെ അച്ഛനമ്മയാണെന്നൊക്കെ അറിയാം. അവിടെ നിന്ന് നമ്മൾക്ക് ജന്മമെടുത്തു. നമ്മൾ കുറേ വർഷങ്ങൾ, ഒരു 3-4 വർഷങ്ങൾ നമ്മൾ കഴിഞ്ഞ ശേഷം ആ ഒരു സോളിൽ നിന്ന് നമ്മൾ വേർപെട്ട് നമ്മുടെ ബോഡിയിലേക്ക് എത്തുകയാണ്. കറക്റ്റ് ബോഡിയിലേക്ക് അപ്പോഴെത്തുന്നത് 4-ാം വയസ്സിന് ശേഷം. അവ്യക്തമായിരിക്കും പല കാര്യങ്ങളും. എന്തൊക്കെയോ പറയുന്നുണ്ടാവും. ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുക, കുറെ അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു, വികൃതി എന്നൊക്കെ പറയില്ലേ. നമ്മളെല്ലാം ക്യൂരിയോസിറ്റി, അതെടുക്കണോ ഇതെടുക്കണോ, തല്ലിപ്പൊട്ടിക്കണോ. ഒരു ടോയ് വാങ്ങിച്ചു കൊടുത്താൽ അത് തല്ലിപ്പൊട്ടിച്ച് അതിനകത്ത് എന്താണ്, എങ്ങനെയാണ് അത് വർക്ക് ചെയ്യണത്, അതിൻ്റെ മെഷീനറി ഇങ്ങനെ ഫുൾ ബാക്കൊക്കെ ഇതൊക്കെ ആണെങ്കിൽ. എൻ്റെ സിസ്റ്ററിൻ്റെ മകൻ കേട്ടോ, അവൻ ചെറുതായിരുന്ന സമയത്ത് ഞാൻ ഇപ്പോഴും ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ അത് ഓർക്കുക. എത്ര നല്ല വണ്ടി വാങ്ങിച്ചു കൊടുത്താലും, എത്ര നല്ല ടോയ് വാങ്ങിച്ചു കൊടുത്താലും അവൻ്റെ ഒരു 3-4 വയസ്സായ സമയത്ത് അവനത് തല്ലിപ്പൊട്ടിച്ചിട്ട്, ഇന്നവൻ അച്ഛനായി, അവനൊരു കുഞ്ഞ് ജനിച്ചു, എന്നാൽ കൂടി അവനത് തല്ലിപ്പൊട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ആ മെഷീനറി പരിശോധിക്കില്ല, ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യണേ എന്നുള്ളത്. എൻജിനീയറിങ് തലയായിട്ടൊന്നും അല്ല അവൻ ചെയ്യുന്നത്, മാനേജർ ജോലിയാണ്, പക്ഷെ എൻജിനീയറിങ് തലയായിട്ടൊന്നും അല്ല. പക്ഷെ അങ്ങനെയുള്ള ഒരു ക്യൂരിയോസിറ്റി സംഭവിക്കപ്പെടാറുണ്ട് ധാരാളമായിട്ട് പല പല കാര്യങ്ങളിൽ. ചില കുട്ടികൾ ഇങ്ങനെ ഇരുന്ന് ആലോചനയാണ്, ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുക. എൻ്റെ മകൻ അങ്ങനെയായിരുന്നു. അവൻ ഒരുപാട് കാര്യങ്ങൾ ഒബ്സർവേഷൻ, വളരെയധികം ഒബ്സർവ് ചെയ്യുന്ന ഒരു കൂട്ടത്തിലുള്ളതായിരുന്നു. ഞാൻ ആലോചിക്കുന്നത് ഇവരിങ്ങനെ വളരെ റിസർവ്ഡ് ആയ ഒരു മൈൻഡ് സെറ്റ് ആണോ എന്നുള്ളത്. പക്ഷേ നല്ല നോളജാണ്. ഏതൊരു കാര്യം അവനോട് ചോദിച്ചാലും നല്ല നോളജാണ്, നന്നായിട്ട് പറഞ്ഞു തരും. ആ ഒരു ഒബ്സർവേഷൻ ആ കുട്ടിയിലുണ്ട്. അങ്ങനെ വ്യത്യസ്തമാണ് ഓരോരുത്തരിലും, പല പല കാര്യങ്ങളിൽ വ്യത്യസ്തമായിരിക്കും. അത് സോൾവ് പർപ്പസിലേക്ക് വരുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത്. ഇന്നത് ആയിരുന്നു അവരുടെ ആ ഒബ്സർവേഷൻ്റെ രീതി അതായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ രീതി അതായിരുന്നു എന്നുള്ളത്. ഒരു തേർഡ് പാർട്ടാണ്, അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മൾ ഈ ബോഡിയിലേക്ക് വന്നു. ഈ 4-ാം വയസ്സിലെ നട്ടപ്രാന്തം ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ നോളജ് ഗെയിൻ ചെയ്യാൻ തുടങ്ങി. 7 വയസ്സ് വരെയുമാണ് നമ്മളുടെ അച്ഛനമ്മമാരുടെ അടുത്ത് നിന്ന് കിട്ടുന്ന, നമ്മുടെ ചുറ്റുപാടുകളിൽ, ചെറിയ ചുറ്റുപാടുകളിൽ നിന്ന് കിട്ടുന്ന നോളജ് ഇരിക്കുന്നത്. അത് 7 വയസ്സ് കഴിഞ്ഞൊരു 14 വയസ്സ് വരെയുമുള്ള അഡോളസൻസ് പീരീഡ്, ആ ഒരു സംഭവമൊക്കെ ഉണ്ടല്ലോ, അതിലേക്ക് വരുമ്പോൾ അത് സമൂഹത്തിലേക്ക് കണക്ട് ചെയ്യാൻ തുടങ്ങും. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഗെയിൻ ചെയ്യുന്നു, പഠിക്കുന്നു, മനസ്സിലാക്കുന്നു, പ്രാവർത്തികമാക്കുന്നു. ഈ 14 വയസ്സിന് ശേഷം 21ലേക്ക് കടക്കുന്ന സമയത്ത് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പ്രാക്ടിക്കലി നമുക്കിതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കണം.
ഇതെന്താണ് ശരി, ഇതെന്താണ് തെറ്റ്, ഇവർ പറഞ്ഞതൊക്കെ ശരിയാണോ എന്നൊക്കെയുള്ള മനസ്സിലാക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കപ്പെടുന്നുണ്ട്. ഇതിൽ ചിലത് വർക്കൗട്ട് ആവും, ചിലത് വർക്കൗട്ട് ആവില്ല. ചില കുട്ടികൾ നല്ല രീതിയിൽ വരും, ചിലർ അനുസരണക്കേട്, അങ്ങനെയൊക്കെ. അതൊക്കെ കർമ്മയുടെ ബാക്കിയാണ്. കർമ്മ അതിൽ കണക്ട് ചെയ്യുന്നതുകൊണ്ട് പാസ്റ്റ് ലൈഫ് കർമ്മയിൽ നിന്ന് ഉദ്ഭവിക്കുന്ന പല കാര്യങ്ങൾ ബോഡിയിൽ കണക്ട് ചെയ്യുമ്പോൾ. ഇപ്പോൾ നമുക്ക് സോളിൽ നിന്ന് നമ്മൾ ബോഡിയിലേക്ക് സഞ്ചരിച്ചു. ഫസ്റ്റ് ബോഡിയാണ്, ബോഡി മൈൻഡ് സോൾ. അപ്പോൾ ഈ മൈൻഡിലേക്ക് കണക്ട് ചെയ്യാൻ തുടങ്ങുന്നത് ഈ പറയുന്ന പ്രായത്തിലായിരിക്കും. 21 വയസ്സ് കഴിഞ്ഞ ശേഷമാണ് പല കാര്യങ്ങളും ഒബ്സർവേഷൻ, അത് കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിച്ച് പ്രാക്ടിക്കലി നമ്മളത് ചെയ്ത് നോളജ് ഗെയിൻ ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുക എന്ന് പറയും. നോളജല്ല നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കുക. ബ്രെയിനകത്താണോ ഹൃദയത്തിനകത്താണോ എന്ന് ചോദിച്ചാൽ നമുക്കത് ഒരു പാർട്ട് എന്ന് പറയാനായിട്ട് കാണിക്കാനില്ല. മനസ്സ് എന്ന് പറയുന്നത് പാർട്ട് എന്ന് പറഞ്ഞ് കാണിക്കാനില്ല. പക്ഷേ ആ ഇമോഷൻസ് ഫീലിംഗും നമ്മളിൽ സംഭവിക്കും. പ്രധാനപ്പെട്ട കാരണം നമുക്ക് വിഷമമാണെങ്കിൽ ഇവിടെ ഒരു ഹെവിനെസ് ആണ്. അതുകൊണ്ടാണ് പൊട്ടുന്നു മനസ്സ് ഇവിടെയാണ് എന്ന് പറയുന്നത്. അതുകൊണ്ടായിരിക്കാം ഇമോഷണൽ ഇവിടെയാണ് നമുക്ക് അനുഭവിക്കാൻ കഴിയും. അതെ അതെ അതെ, ആ ഒരു ഇമോഷൻസിന്റെ ഹെവിനെസ് യഥാർത്ഥത്തിൽ അത് നമ്മുടെ ബ്രെയിനിലല്ലേ സംഭവിക്കുന്ന സന്ദേശമല്ലേ അത്. അതെ, വിഷമം എന്ന് പറയുന്ന അവസ്ഥ സന്ദേശമാണ്. ഒരാൾ ഇങ്ങനെ പെരുമാറി, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കപ്പെട്ടു, വേർപാടുകൾ സംഭവിക്കപ്പെട്ടു, ഡിറ്റാച്ച്മെന്റ് സംഭവിക്കപ്പെട്ടു, അങ്ങനെ ധാരാളമായ കാരണങ്ങൾ, നഷ്ടങ്ങൾ സംഭവിച്ചു. ഇതൊക്കെ വരുന്ന ആ ഒരു പെയിൻ ബ്രെയിനിലെ സന്ദേശമാണ് നമ്മളുടെ ഈ ബോഡിയിലേക്ക് കണക്ട് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ പ്രാണവായു എടുക്കുന്നത് കണക്ട് ചെയ്യുന്നതും അപാനവായുവിലേക്ക് കണക്ട് ചെയ്യുന്നതും സമാനമായി ഇത് രണ്ടും കൂടി ചേരുന്നതും നമ്മുടെ ഈ ഹാർട്ട് പോർഷനിലായതുകൊണ്ടാണ് ആ അവയവത്തെ നമ്മൾ പെയിൻ ഇവിടെയാണ് സംഭവിക്കുന്നതെന്ന് നമ്മളുടെ ധാരണയാണത്. നമ്മളെ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ധാരണയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ നമുക്ക് പ്രഷർ വരുമ്പോൾ, സ്ട്രെസ്സ് വരുമ്പോൾ ഈ ഒരു ഭാഗമാണ് വേദനിക്കുന്നത്. നോട്ടീസ് ചെയ്തിട്ടുണ്ടോ? തലയുടെ പുറകു ഭാഗമാണ് വേദനിക്കുന്നത്. സ്ട്രെസ്സിൻ്റെ പെയിൻ എന്ന് പറയും ചില ആളുകൾക്ക് എപ്പോഴും. അപ്പം തന്നെ നമുക്കറിയാൻ പറ്റും. സൈക്കോളജി ബേസ് ചെയ്തത് എടുക്കുകയാണെങ്കിൽ നമുക്ക് അപ്പം തന്നെ അറിയാൻ പറ്റും പ്രഷർ ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അതെന്ത് പ്രഷറാണ്? സ്ട്രെസ്സാണോ? സ്ട്രെസ് പെയിൻ വരുന്നത് ഈ പറയുന്ന മെഡുല ഒബ്ലാങ്കോട്ട എന്ന് പറയുന്ന എക്സസ് ബാറിൻ്റെ ആ ഒരു ഏരിയയിലൊക്കെയാണ് വരുന്നത്. അതെന്താ വെച്ചാൽ ആ മെമ്മറീസ് അവിടെയാണ് കൂടുതൽ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്ട്രെസ്സിൻ്റെ പെയിൻ അവിടെ വരും, സ്വാഭാവികമായിട്ട് വരും. എല്ലാ ഹ്യൂമൻസിനും അത് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഹെവിനെസ് തോന്നുന്നത് ഹൃദയത്തിലും തോന്നുന്നത് കൊണ്ടാണ് ഈ പാർട്ടിനെ രണ്ടിനെയും നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോഴും നമ്മുടെ ഈ ബോഡി നമ്മളോട് പ്രതികരിക്കുന്ന രീതി മനസ്സിലാക്കിയെടുത്ത കുറേ കാര്യങ്ങളിൽ ബോഡി നമ്മളോട് പ്രതികരിക്കുന്നത് വിരുദ്ധമായിട്ട് പ്രതികരിക്കും. അവിടെയാണ് നമ്മുടെ ബോഡി കൈവിട്ട് പോയി, മൈൻഡ് കൈവിട്ട് പോയി, പല ഹാബിറ്റ്സിലേക്ക് പോയി പെടുക. മനസ്സ് തളർന്നു പോയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള ഹാബിറ്റ്സിലേക്ക്. അപ്പം നമ്മൾ എന്താ ബോഡിയെ ഹാം ചെയ്യുക. അവിടെ ബോഡിയുടെ ബുദ്ധിമുട്ടുകൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഈ സോളിൽ നിന്ന് ബോഡിയിലേക്ക് സംഭവിക്കപ്പെട്ട ഈ ഫിസിക്കൽ ബോഡിയെ നമ്മൾ ഹാം ചെയ്യുന്നതിലൂടെ നമ്മുടെ തോട്ട് പ്രോസസ്സ് മാറുന്നു. അല്ലെങ്കിൽ നമ്മൾക്കതിൽ കിട്ടിയ അറിവുകൾ, ഇപ്പം ഹാം ചെയ്യുന്ന രീതി മാറ്റി നിർത്തിയിട്ട് അറിവുകളാണെങ്കിലും നമ്മളതിൽ ചേർത്ത് വെച്ച് നമ്മളത് വീണ്ടും എക്സസൈസ് ചെയ്ത്, അല്ലെങ്കിൽ അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് വരുമ്പോൾ വീണ്ടും അവിടെ ഈ പറയുന്ന ബോഡി മൈൻഡിലേക്ക് കണക്ട് ചെയ്തു നമുക്കൊരു ഇൻറ്റിമസി ആയ ഒരു റിലേഷൻഷിപ്പ് സംഭവിക്കപ്പെട്ടു. ഹസ്ബൻഡ് വൈഫ് എന്ന് തന്നെ എടുക്കാം. അവിടെ സംഭവിക്കപ്പെട്ട് കഴിഞ്ഞിട്ട് ഇയാളുടെ ഒരു വിയോഗം സംഭവിച്ചു എന്നിരിക്കട്ടെ, ഹസ്ബൻഡിൻ്റെയോ വൈഫിൻ്റെയോ വിയോഗം സംഭവിച്ചു എന്നിരിക്കട്ടെ. അവരത്രയുമേൽ ഇഷ്ടപ്പെട്ട് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ആ ആളുകളുടെ ആ ഒരു ഇൻറ്റിമസി അവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ബോഡി സോളിലേക്ക് കണക്ട് ചെയ്തു. ബോഡി മൈൻഡ് സോള് ഈ സംഭവത്തിലേക്ക് കണക്ട് ചെയ്തു. ഈ ബോഡി അപ്പോൾ ബാക്കി നിൽക്കുന്ന, ഇപ്പോൾ വൈഫിൻ്റെ ആണെങ്കിലും ഹസ്ബൻഡിൻ്റെ ആണെങ്കിലും ബാക്കി നിൽക്കുന്ന ബോഡിയെ കൊണ്ട് പ്രവർത്തിപ്പിക്കാനും അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ആ സോള് കണക്ട് ചെയ്യും. ഇത് വളരെ ഒരു അത്ഭുതം തോന്നുന്ന ഒരു പ്രതിഭാസം തന്നെയാണ്. കാരണം അവിടെ ഇമോഷണലി കണക്ഷൻ വന്ന ആ രണ്ട് ബോഡികളുടെയും ആ സോള് ഒരേ രീതിയിൽ സഞ്ചരിക്കുന്നു. അവിടെ ഒരു സോൾ പർപ്പസ് ഉണ്ട്. ഈ വ്യക്തി വിഷമിക്കുകയാണെങ്കിൽ, ഇപ്പം എനിക്ക് അടുത്ത് വന്നൊരു ക്ലയൻറ്റിൻ്റെ കൂടി അതിൽ ഒരു വലിയൊരു എക്സാമ്പിളായിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിന് ശേഷം അവർക്കുണ്ടായ വലിയൊരു ട്രോമ ഈ സോളാണ് സോൾവ് ചെയ്യുന്നത്. ആത്മാവ് സീരിയസ്ലി അത് സോൾവ് ചെയ്യുന്നുണ്ട്. എനിക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അത് സോൾവ് ചെയ്യുന്നുണ്ട്. അവർ കറക്റ്റായിട്ട് അതിലേക്ക് ഒരു ചാനൽ മാത്രമായിട്ടാണ് ഞാൻ കയറി വന്നത്. അത്രയുമേൽ അവർ ഇൻറ്റിമസിയോടുകൂടി അറ്റാച്ച്ഡ് ആയ രണ്ട് സോൾസ് ആയിരുന്നു. നമ്മൾ പറയില്ലേ ട്വിൻ ഫ്ലെയിം, സോൾ പർപ്പസ്, സോൾമേറ്റ് എന്നൊക്കെ പറയുന്ന, തേർഡ് പാർട്ടി എന്നൊക്കെ പറയുന്ന പോലെ തന്നെ അത്രയുമേൽ കണക്റ്റഡ് ആയ ഒരു സോളാണ് അവർ. ആ സോളിൽ മറ്റൊരാൾ വിഷമിക്കണോ എന്നുള്ളത് മനസ്സിലാകുമ്പോൾ ആ സോളിന് പ്രവർത്തിക്കാനുണ്ട്. ആ സോളിന് ജന്മം എടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ പറയുന്ന ഇവിടെ നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ ബിഹാഫായ, അല്ലെങ്കിൽ ആ പുരുഷൻ്റെ ബിഹാഫായ, അല്ലെങ്കിൽ ആ ലേഡിയുടെ ബിഹാഫായ ആ വ്യക്തിയെ ബാലൻസ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത ഈ സോളിനുണ്ട്. തീർച്ചയായിട്ടും അതിനൊരു ചാനൽ തിരഞ്ഞെടുക്കും. രണ്ടും കണ്ണുകൂട്ടാതെ പോയിരുന്നെങ്കിലോ?
കണ്ടുമുട്ടാതെ കണ്ടുമുട്ടുമല്ലോ, അതാണല്ലോ യൂണിവേഴ്സൽ. അതൊരു ആ ചോദ്യം ഒരു ലോജിക്കല്ല, കണ്ടുമുട്ടുമല്ലോ. ഇപ്പം രാഹുലിൻ്റെ വാരിയൽ കൊണ്ട് സൃഷ്ടിച്ച ഒരു ഫീമെയിൽ ഉണ്ട് എന്നൊക്കെ നമ്മൾ പറയും. ഇപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ വാരിയൽ കൊണ്ട് എന്നെ സൃഷ്ടിച്ചു, അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു വെക്കുന്നത്. ഇത് എന്തുകൊണ്ട് എന്നുള്ള ചില ചോദ്യങ്ങൾക്ക് ഉത്തരവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് കണ്ടുമുട്ടപ്പെടേണ്ടത് ആവശ്യമായിരുന്നു. അവർ സോൾമേറ്റ് ആണെങ്കിൽ അത് കണ്ടുമുട്ടേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. ഇപ്പം ട്വിൻ ഫ്ലെയിമിൻ്റെ എനർജി നമ്മൾ പരിശോധിക്കുമ്പം അതൊരു ആളെ അപ്ലിഫ്റ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് വരുന്നതാണ്. അത് സോളായിട്ട് നിന്ന് കണക്ട് ചെയ്യാറുണ്ട്. ഈ സോൾ അതുപോലെ തന്നെ ഈ വ്യക്തി, കാരണം അവർ ഒരുമിച്ച് ജീവിച്ചതാണ്, അപ്പോൾ കുറച്ചുകൂടെ ഡെപ്ത് കൂടുകയാണല്ലോ. അപ്പോൾ ആ സോളിനറിയാം ഈ വ്യക്തി ഇന്ന പോലെ വിഷമിക്കുകയാണ്, എനിക്ക് വന്നിട്ട് ഇദ്ദേഹത്തെ നേരിട്ട് വന്ന ബോഡി ഇല്ലല്ലോ, അവിടെ നഷ്ടപ്പെട്ടുല്ലോ, വന്നിട്ട് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്തായി, അതിന് വേറൊരു ചാനൽ, ഒരു റൂട്ട് തിരഞ്ഞെടുത്തു. ആ ഒരു ശബ്ദമായിട്ട് ചിലപ്പോൾ ഞാൻ സംസാരിക്കുന്നതായിരിക്കാം, മറ്റു പലരും സംസാരിക്കുന്നതായിട്ട്, അവിടെ ആ പ്രസൻസ് അവർ ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും നമുക്കത് റീഡ് ചെയ്യുമ്പോൾ മനസ്സിലാവും ആ ഒരു സോൾ പ്രസൻസ് ഉണ്ട് എന്നുള്ളത്. ചില സമയത്ത് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അത് ചോദിക്കുകയാണെങ്കിലും മാഡം ഇതെങ്ങനെ മനസ്സിലാക്കി, എനിക്ക് തോന്നിയൊരു കാര്യമാണത്. നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഇദ്ദേഹത്തോട് ഇത് പറയൂ. എനിക്കറിയില്ല അവരുടെ ലൈഫിനെ കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും ഒന്നും അറിയില്ല. ഈ 21 ഡേയ്സിൻ്റെ ഈ ഒരു പരിചയം മാത്രമാണ് ഞാൻ അവർ തമ്മിൽ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് നമ്മളത് വിടും. 3 months ആണ് കോഴ്സിൻ്റെ കാലാവധി. അത് കഴിഞ്ഞ് ആ ഒരു 2 months അവർ എക്സസൈസ് അങ്ങനെ ചെയ്യിച്ച് എവറി 15 days അപ്ഡേഷൻ എനിക്ക് തരണം, എങ്ങനെയാണ് നിങ്ങളിത് ബാലൻസ് ചെയ്തിരിക്കുന്നത്, മൈൻഡ് ഓക്കെ ആയോ എന്നുള്ളതൊക്കെ. അത് ആ കോഴ്സിൻ്റെ ഒരു സ്വഭാവമാണ്. പക്ഷേ ക്ലാസ് എടുക്കുമ്പോഴും ഇവരിൽ ഇത് വർക്ക് ചെയ്യുന്നത് നമുക്ക് വൈബ്രേഷനായിട്ട് അനുഭവപ്പെടാൻ പറ്റും. അതൊരു അമേസിങ് എക്സ്പീരിയൻസ് ആണെന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ അവിടെയാണ് ഈ നമ്മൾ ജനിക്കപ്പെട്ടു, നമ്മുടെ ബോഡി എടുത്തു, മൈൻഡ് എടുത്തു. അത് പ്യൂർ മൈൻഡ് ആണെങ്കിൽ മാത്രമേ അത് സംഭവിക്കുള്ളൂ കേട്ടോ. ബാഡ് ഓമൻ ആണെങ്കിൽ അത് സംഭവിക്കപ്പെടില്ല, നെഗറ്റീവ് എനർജി ആണെങ്കിൽ സംഭവിക്കപ്പെടില്ല. 2 എനർജീസും ബാലൻസ്ഡ് പോസിറ്റീവ് എനർജി ആയതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെ സംഭവിക്കണം എന്നുള്ളത് ഈ സോൾ ആഗ്രഹിക്കുകയും ആ സോളിൻ്റെ, കാരണം ബോഡിയിൽ നിന്ന് വിട്ട് കഴിയുമ്പോൾ സോളിനൊരു നെഗറ്റീവ് സോൾസ് ആണെങ്കിൽ ഒന്നാമത് കണക്ട് ചെയ്യുമ്പോൾ നെഗറ്റീവ് സംഭവങ്ങളായിരിക്കും സംഭവിക്കപ്പെടുക. ഇവർ കൂടുതൽ വഷളായ രീതിയിലേക്ക് പോവുക, അല്ലെങ്കിൽ അവർക്ക് സ്വസ്ഥതയില്ലായ്മ, ഉറക്കമില്ലായ്മ, അത് കൺസിസ്റ്റൻസി ആയിട്ട് നിൽക്കുക. പിന്നെ പല കാര്യങ്ങൾക്ക് അടിമപ്പെടുക, പല ബന്ധങ്ങളിൽ പോയി പെടുക. ഒരാൾ നഷ്ടപ്പെട്ടു വന്നാൽ ഇനി ഒരു ലക്ക് കെട്ട ജീവിതം എന്നൊക്കെ പറയില്ല നമ്മൾ, ആ ഒരു ജീവിതത്തിലേക്കൊക്കെ കണക്ട് ചെയ്ത് പോവാം. സ്വസ്ഥത എന്ന് പറയുന്നത് ജീവിതത്തിൽ ഉണ്ടാവില്ല, ഒരു പോയിന്റിലും സ്വസ്ഥത കിട്ടില്ല. ഓക്കെ, ഒരു ഏരിയയിൽ അവർക്ക് വിഷമവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും, പക്ഷേ ഒരു പോയിന്റ് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും സ്വസ്ഥത, ഒരു പീസ്ഫുള്ളായ ഒരു അന്തരീക്ഷത്തിലേക്ക് അവരുടെ മൈൻഡ് സഞ്ചരിക്കാൻ തുടങ്ങും. അത് ഫസ്റ്റ് ഒരു 1 year കഴിയുമ്പോൾ തന്നെ അതിൻ്റെ റിസൾട്ട് നമുക്ക് കാണാൻ തുടങ്ങും. ആ ഒരു പീസ്ഫുൾ അന്തരീക്ഷത്തിലേക്ക് അവർ മാറുന്നത് അത് ആ സോൾ അവിടെ നിന്ന് ചെയ്യുന്നതാണ്. ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവും ആയിരുന്നെങ്കിലോ? പോസിറ്റീവും നെഗറ്റീവും ആയിരുന്നെങ്കിൽ കണക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. കണക്ട് ചെയ്താലും ഇവർക്ക് ഡിസ്റ്റർബൻസ് ആയിരിക്കും. അതിൻ്റെ തലം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ വൈഡായിട്ട് നമ്മൾ നോക്കേണ്ടി വരും. അതായത് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് പറയാനാണെങ്കിൽ സെക്ഷുവലായ കാര്യങ്ങളുണ്ടല്ലോ, അതിൽ വളരെ വിയേർഡായിട്ടുള്ളൊരവസ്ഥയിൽ ആ ഫീമെയിലിനെ എനർജി പ്രാപിക്കുന്നത് പോലെ അവർക്ക് അനുഭവപ്പെടാം, അല്ലെങ്കിൽ ആ പുരുഷനിൽ അനുഭവപ്പെടാം. വളരെ വിയേർഡായിരിക്കും, എനർജി വളരെ ലോസ് ആവുന്ന പോലെയൊക്കെ സംഭവിക്കും. അത് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ഉള്ള ഒരു വളരെ സ്വപ്നങ്ങളിലൂടെയോ മറ്റു കാര്യങ്ങളിലൂടെയൊക്കെ അങ്ങനെയുള്ള ഒരു സംഭവമുണ്ട്. അത് വലിയൊരു സബ്ജക്റ്റാണ്, അങ്ങനെ സംഭവിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ഈ പോസിറ്റീവ് എനർജീസ് നിൽക്കുന്ന 2 സോള് കണക്ട് ചെയ്യുന്ന ബോഡീസ് അവർ ഒത്തൊരുമിച്ച് വന്നു കഴിയുമ്പോൾ അവരുടെ മൈൻഡിൻ്റെ ബാലൻസ് ഒരേ ലെവലിൽ സഞ്ചരിച്ച് കഴിയുമ്പോൾ ഈ സോള് അവർക്ക് വേണ്ടി വർക്ക് ചെയ്യും. അത് പ്രൂവണായ കാര്യമാണ്, ധാരാളം പേരിൽ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ പറഞ്ഞു പോയതാണെങ്കിൽ ഒരു കാര്യം, ഇപ്പോൾ ഈ മൈൻഡും ബോഡിയും സോളും റിലീജിയനുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടോ? ഒരിക്കലും ഇല്ല, ഒരിക്കലും കണക്ട് ചെയ്യില്ല. ഞാൻ ആസ് പെർ മൈ തോട്ട് ഞാനത് കണക്ട് ചെയ്യില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ നേരത്തെ മതത്തെക്കുറിച്ചൊക്കെ സംസാരിച്ച് വെച്ചപ്പം നമ്മളിവിടെ നിന്ന് ഈ ബോഡി വിട്ട് കഴിഞ്ഞാൽ ഹിന്ദുയിസത്തിൽ സംസ്കരിക്കുന്നു. ഇല്ലില്ല, ഇതെല്ലാം പല കഥകളാണ് ആയതുകൊണ്ട് യെസ്, അതിലാണ് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഹിന്ദുയിസത്തിൽ സംസ്കരിക്കുന്നു, അതെവിടെയാണ്? ഗംഗാജലത്തിലൊഴുക്കി മോക്ഷം, അത് ശിവപാദം അങ്ങനെ പോകുന്നു. അതെവിടെയാ ലയിക്കുന്നത്? ഈ മണ്ണിൽ തന്നെയല്ലേ. മുസ്ലിംസിൽ ഖബറടക്കുന്നു, ക്രിസ്ത്യൻസിലും ഖബറടക്കുന്നു. ഈ ശരീരം വിഘടനം സംഭവിച്ച് നമ്മുടെ മണിപ്പൂര ചക്ര പ്രവർത്തിച്ച് വിഘടനം മരണം സംഭവിക്കുന്ന അവിടെയാണല്ലോ മണിപ്പൂര ചക്രയുടെ. അപ്പോൾ വിഘടനം സംഭവിച്ച ശേഷം ഇത് ലയിക്കുന്നത് എവിടെയാണ്? വെള്ളത്തിൽ ലയിക്കാം, ഭൂമിയിൽ മണ്ണിൽ ലയിക്കാം. ഇതെല്ലാം പോയി നിൽക്കുന്നത് എങ്ങനെയാണ്? ഒരൊറ്റ
ഒരൊറ്റ പ്രപഞ്ചത്തിലല്ലേ? അതെ. മുസ്ലിം സോള്, ഹിന്ദു സോള്, ക്രിസ്ത്യൻ സോള് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെയാ അത് കണക്ട് ചെയ്യുക? മതത്തോടെ എങ്ങനെ കണക്ട് ചെയ്യും അത്? പക്ഷെ നമ്മൾ കേട്ട കഥകൾ വെച്ച് ഇപ്പോൾ ഒരു ആത്മാവ് വരികയാണെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ ആത്മാവ് പിന്നീട് പോകുന്നത് ചിലപ്പോൾ സ്വർഗത്തിലേക്കാകാം, അല്ലെങ്കിൽ നരകത്തിലേക്കാകാം, നരകത്തിലേക്കാവാം. അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉം. റിലത്തിലേക്കാകാം എന്ന് കേട്ടിട്ടുണ്ട്. ഇത് പലരും പല കഥകളാണ് പറയുന്നത്. ഇപ്പോൾ റിലീജിയസ് ആയിട്ട് പല കഥകളുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ എടുത്തു ചോദിച്ചത് ഇത് തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന്. ഇല്ല, അങ്ങനെയുള്ള കണക്ഷനെ കുറിച്ചിട്ട് എനിക്ക് വലിയ എന്താ പറയുക, പരത്തി പറയാനായിട്ട് എനിക്ക് അറിയില്ല എന്നുള്ളതാണ്. പക്ഷേ എന്നാൽ കൂടിയും ഞാൻ മനസ്സിലാക്കിയെടുത്ത് അങ്ങനെ ഒന്നിനെ ഞാൻ കണക്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. കാരണം നമുക്ക് ഈ സോള് എല്ലാ ആത്മാക്കളും എല്ലാം നമുക്ക് ചുറ്റും ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ ഉണ്ടാവും നെഗറ്റീവും പോസിറ്റീവും ആയ എത്ര പേരുണ്ടാവും, എത്ര ആത്മാക്കളുണ്ടാവും. അത് നമ്മളെ കണക്ട് ചെയ്യാത്ത എന്തുകൊണ്ടാണ്? അവർ കണക്ട് ചെയ്ത് നമ്മൾക്കൊരു ഓറ എനർജി ഉണ്ടല്ലോ, അത് ഇന്ന ചില സമയത്ത് നമ്മൾ വീക്കായിരിക്കുമ്പോൾ നെഗറ്റീവ് കണക്ട് ചെയ്യാറുണ്ട്. വെറുതെ കാരണം കൂടാത്ത ഒരു എനർജി ലോസ് ആവും. എന്നെ സംബന്ധിച്ച് എനിക്ക് ദാഹിക്കും. അതായത് നമ്മൾ എനർജി ലോസ് ആവുന്നതാണ് നമ്മുടെ ഒരു നെഗറ്റിവിറ്റി നമ്മളിൽ ഒരു സോൾ അടുത്ത് ഉണ്ട്. എനർജിയിൽ ആ സമയം നമുക്ക് ഒരു കാര്യമില്ലാത്ത ഒരു ആഹ്ലാദം നമ്മളിലേക്ക് ഫീൽ ചെയ്യും. ചില സമയത്ത് ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷെ പെട്ടെന്നൊരു സന്തോഷവും ആഹ്ലാദവും ഒക്കെ കണക്ട് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും നമ്മുടെ ഗുരുകാരണവന്മാരോ ആരെങ്കിലും ഒക്കെ നമ്മളെ ആ സോളിനെ കണക്ട് ചെയ്യുന്ന ആ ഒരു നമ്മളുടെ എനർജിയെ കണക്ട് ചെയ്യുന്ന ഇത് സംഭവിക്കപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് കണക്ട് ചെയ്യും. അതുപോലെ തന്നെ നെഗറ്റീവ് എനർജിയും കണക്ട് ചെയ്യുന്നുണ്ട്. നെഗറ്റീവ് എനർജി ചുറ്റുപാട് നമ്മൾ വെറുതെ സഞ്ചരിക്കുകയാണെങ്കിൽ കൂടി, ഒരു പേടി ഉള്ളിൽ വന്നൊന്ന് സഞ്ചരിക്കുകയാണെങ്കിൽ കൂടിയും അലച്ചു തല്ലി വീഴുന്ന എത്രയോ പേരെ നമ്മൾ കാണാൻ പറ്റും. അവിടെ ആ നിങ്ങളിൽ സംഭവിക്കപ്പെട്ട ഇമോഷൻസിൻ്റെ ഭാഗമായിട്ട് അവിടെ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ അതും കൂടി അവർക്ക് എളുപ്പമായല്ലോ. നിങ്ങളുടെ പേടിയെ സ്വാധീനിക്കാനായിട്ട് അവർക്ക് എളുപ്പമായല്ലോ. അപ്പം പിന്നെ നിങ്ങളിൽ ആക്ഷൻ ഉണ്ടാവില്ലേ? അലച്ചു തല്ലി വീഴുക, ബോധം പോവുക, അങ്ങനെയൊക്കെ. അതൊക്കെ ഇതൊക്കെ നമ്മൾ പറയും കുറേ വ്യാജമായിട്ട് പറയുന്ന, ഫേക്കായിട്ട് പറയുന്ന കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ആളുകളെ പറ്റിക്കാനാണ്, പേടിപ്പിക്കാനാണ് എന്നൊക്കെ പറയും. അല്ല, ഞാനൊരു കാലത്ത് ഇതെല്ലാം വ്യാജമാണ്, ഇതെല്ലാം തട്ടിപ്പാണ്, പറ്റീരാണ് എന്ന് ഞാൻ വിശ്വസിച്ചിരുന്ന ഒരാളാണ്. പക്ഷെ ഓരോ മനുഷ്യൻ്റെയും അനുഭവങ്ങൾ, നമ്മൾ അനുഭവിക്കാത്ത തലങ്ങൾ മറ്റൊരാൾ അനുഭവിക്കുമ്പോൾ, ഇപ്പോൾ നമുക്ക് അവർക്ക് ഭ്രാന്താണ് അല്ലെങ്കിൽ അങ്ങനെ പലതും പറഞ്ഞു ഒഴിയാം, അവരുടെ മാനസിക വിഷയങ്ങളാണ് എന്നെല്ലാം പറഞ്ഞു ഒഴിയാം. പക്ഷെ റിപ്പീറ്റഡ് ആയിട്ട് പല ആളുകളെയും കാണുമ്പോൾ നമുക്ക് അനുഭവത്തിൽ വരുമ്പോൾ നമുക്ക് വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം. അതെ അതെ, തീർച്ചയായിട്ടും. ഒരു ചെറിയൊരു എക്സാമ്പിൾ കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം വണ്ടിക്ക് പോവുമായിരുന്നു. വണ്ടിക്ക് പോകുന്ന സമയത്ത് ഒരു ബ്രിഡ്ജ് ഉണ്ട്. ആ ബ്രിഡ്ജിൻ്റെ അപ്പുറത്ത് നിന്ന് ഒരാൾ കൈ കാണിച്ചു അത്രേ. പ്രേതകഥ പറയുന്ന പോലെ ഒക്കെയുള്ള തോന്നാട്ടോ. കൈ കാണിച്ച് വണ്ടിയിൽ കയറി ബ്രിഡ്ജ് കഴിഞ്ഞ് ഇപ്പുറത്ത് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇറങ്ങേണ്ട സ്ഥലം എത്തിയപ്പോൾ ഇറങ്ങിക്കോളൂ ചേട്ടാന്ന് പറഞ്ഞ് തിരിച്ചു നോക്കി കഴിഞ്ഞപ്പോൾ അതിനകത്ത് ആളില്ല. ഇത് വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ നമ്മളെയൊക്കെ കുട്ടിക്കാലമാണല്ലോ, ചെറുപ്പക്കാലമാണല്ലോ. അപ്പോൾ മീൻസ് ഒരു 10, 30, 32 വയസ്സൊക്കെയുള്ള സമയം കേട്ടോ. അയ്യോ, നമ്മൾക്ക് അന്നൊന്നും ഇത്രയൊന്നും ഇതിനെക്കുറിച്ചിട്ടൊന്നും പിന്നെ വെറുതെ അല്ലെങ്കിൽ അയ്യോ എന്നുള്ളൊരു പേടി. ഈ രണ്ട് വൈകാരിക അവസ്ഥകളാണ്. ഒന്നില്ലെങ്കിൽ നമ്മൾ അതിനെ പുച്ഛിച്ച് തള്ളും, അല്ലെങ്കിൽ നമുക്ക് പേടി വരും. ഈ രണ്ട് വൈകാരിക അവസ്ഥ ഇല്ല, ശരിക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് പല ആളുകളിൽ നിന്നും അവിടെ സംഭവിക്കപ്പെട്ട ഒരു അപകടത്തെക്കുറിച്ച് ഒരു 2 മെഡിക്കൽ സ്റ്റുഡൻസ് ആ പാലത്തിൽ അപകടത്തിൽ മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് പിന്നീട് അറിഞ്ഞു. അപ്പോൾ പലരും ഈ ഒരു തരത്തിലുള്ള അവിടെ ആളെ കണ്ടു അല്ലെങ്കിൽ നിഴൽ കണ്ടു അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ പറയുമ്പോൾ ഇത് ശരിയായിരുന്നോ? ഇപ്പോഴും സംശയം ബാക്കിയാണ്. ഞാൻ അണ്ടർലൈൻ ചെയ്യുന്നു, സംശയം ബാക്കിയാണ്. എനിക്ക് പേഴ്സണലി ഉള്ള എക്സ്പീരിയൻസ് അല്ല, പക്ഷെ മറ്റൊരാളിൽ നിന്ന് എക്സ്പീരിയൻസ്. അപ്പോൾ അതവിടെ എങ്ങനെ അല്ല, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ നമ്മളോട് വന്നിട്ട് ഈ ഒരു കഥ പറയുമ്പോൾ അവരുടെ അനുഭവങ്ങൾ കൂടെ പറയുമ്പോൾ അവരുടെ ആ ഫീലിങ്സ് നമുക്ക് അനുഭവിക്കാൻ പറ്റും. അതെ, അവരുടെ കണ്ണുകളിൽ അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തിയിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റും. എൻ്റെ അടുത്ത് ചില ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് അവരനുഭവിക്കുന്ന ഒരു വൈബ്രേഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു പേടി നമുക്ക് ആ കണ്ണിലൂടെ കാണാൻ പറ്റും. ഇത്രയും നാളും അത്രയും ബോൾഡായിട്ട് നിന്നിട്ട് ഒരാള് പെട്ടെന്ന് ആ ഭയത്തിൽ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വിശ്വസിച്ചേ മതിയാവുള്ളൂ. ഇത് ശരിയാണോ? ക്വസ്റ്റ്യൻ മാർക്ക് അപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടാവും. എന്നാൽ കൂടി ഇങ്ങനെയുണ്ടല്ലേ. അത് പിന്നീട് പല അനുഭവങ്ങൾ ഇപ്പോൾ ഈ സ്പിരിച്വൽ വേയിലേക്കൊക്കെ കടന്നു കഴിഞ്ഞപ്പോഴാണ് ധാരാളം ഗുരുക്കന്മാരായിട്ടും അനേകം എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. നമ്മളുടെ എല്ലാം ചിന്തകളിൽ എന്താ, വെളുത്ത സാരി ഉടുത്ത് നടക്കുന്നു, അല്ലെങ്കിൽ എന്താ പറയുക, വെളുത്ത രൂപത്തെ കണ്ടു, ഇങ്ങനെയൊക്കെയാണ് പ്രേതത്തെ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. പക്ഷെ അതൊന്നുമല്ല. പ്രേതം എന്ന് പറഞ്ഞാൽ എന്താ? ജീവനില്ലാത്ത ശരീരം, അതാണ് പ്രേതം. പക്ഷെ എനർജിയാണ്. എനർജി ഡെഫിനറ്റ്ലി ഈ ഭൂമിയിലുണ്ട്.
പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഉണ്ട്. നമ്മളിൽ അത് എങ്ങനെ കണക്ട് ചെയ്യുന്നു എന്നുള്ളതും നമ്മുടെ മൈൻഡിനെയും ബോഡിയെയും മൈൻഡിനെയും സോളിനെയും കണക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും. നമ്മൾ എന്തിനെ എടുക്കുന്നോ, പോസിറ്റീവായ കാര്യങ്ങൾ എടുക്കുക, നന്മകൾ ചെയ്യുക, നല്ല കർമ്മങ്ങളിലൂടെ സഞ്ചരിക്കാൻ, നമ്മുടെ സോള് നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കാൻ, നമ്മൾക്ക് ബാക്കി നിൽക്കുന്നവരിലേക്ക് പ്രവർത്തിക്കാൻ, നമ്മൾ സോൾ ആകുന്ന സമയത്ത് ആത്മാവ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് സഞ്ചരിച്ച് കഴിഞ്ഞ ശേഷം നമ്മളുടെ ആളുകളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു സപ്പോർട്ട് സിസ്റ്റമായിട്ട് ആ സോളിനുള്ളൊരു എനർജി അവിടെ സംഭവിക്കപ്പെടും.